പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നത്തൂരിലത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിശാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്രവർത്തനം. ഫോൺ നമ്പർ 9388605541. കൊട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജീവ് വഞ്ചിപ്പുരക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. +1, +2 വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊട്ടുവള്ളിക്കാട് HMYS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വഴിത്തിരിലാണ് ഇതിലൂടെ നിൽക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് നോക്കി ആ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെതായ പഠനത്തിലേക്ക് നിങ്ങൾ ഇന്നു മുതൽ കടക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ പഠിക്കുക എന്നാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്വം പഠിക്കുക, രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണ്, അതും പഠിക്കുക, മൂന്നാമത്തെ ഉത്തരവാദിത്വവും പഠിക്കുക എന്നതാണ്. ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള കാലം വിദ്യാഭ്യാസ കാലഘട്ടമാണ്. PTA പ്രസിഡന്റ് രാജീവ് വഞ്ചിപ്പുരക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന അമ്പുകളാകണമെങ്കിൽ അവർക്കൊപ്പം കൃത്യമായി വളഞ്ഞു കൊടുക്കുന്ന വില്ലുകളായി ഓരോ രക്ഷിതാക്കളും മാറണം. ആ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൃത്യമായി ഒരുക്കി കൊടുക്കുന്നതിനും രക്ഷിതാക്കൾക്ക് വളരെ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. A+ഓടുകൂടി ഇവിടെ നിന്ന് പാസ്സായാലും പലപ്പോഴും മറ്റു സ്കൂളുകളെ ഓപ്ഷൻ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് മാറുന്നതിന് വലിയ പ്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന കുട്ടികൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മറ്റു സ്കൂളുകളിൽ ഓപ്ഷൻ കിട്ടാതെ വന്നിട്ട് വരുന്ന പലപ്പോഴും ഉണ്ടാവുന്നു. അതിന് മാറ്റം വന്നിരിക്കും. അതിന് കാരണം ഈ സ്കൂളിന്റെ മികവ് തന്നെയാണ്. ആ മികവാണ് കഴിഞ്ഞ അധ്യയന വർഷം എടുത്ത് SSLC അല്ലെങ്കിൽ നമ്മുടെ +2 പൂർത്തീകരിക്കപ്പെട്ട ആ കുട്ടികളുടെ വിജയ ശതമാനം സ്റ്റേറ്റ് ആവറേജ് 82%. +2 വിജയികൾക്ക് HMY സഭാ പ്രസിഡന്റ് KV ജോഷിയും +1 വിജയികൾക്ക് സെക്രട്ടറി MA ഹരീഷ് കുമാറും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ MK ദേവദാസൻ പുതുവർഷ സന്ദേശം നൽകി. വാർഡ് മെമ്പർ TB ബിനോയ്, ഹെഡ് മിസ്റ്റേഴ്സ് EN ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് CB ജൂഡി, സീനിയർ ടീച്ചർമാരായ PS സന്ധ്യ, TN ശൈലസുധ, പ്രിൻസിപ്പൽ KR ശ്രീജ എന്നിവർ സംസാരിച്ചു. സൗഹൃദ കോർഡിനേറ്റർ CK ലീന, NSS പ്രോഗ്രാം ഓഫീസർ സാനിക നാഥ് എന്നിവർ മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. നമുക്ക് നൽകിയിരിക്കുന്ന പേര് വരവേൽപ്പ് 2025. മറ്റൊരു പ്രധാന പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സമഗ്ര വികസനം. പഠനത്തിൽ ഒതുങ്ങുന്നത് മാത്രമല്ല ഒരു കുട്ടിയുടെ ജീവിത വളർച്ച, അതിന് താങ്ങും തണലുമേകാൻ മൊത്തം ഒരു കൂട്ടായ്മ. അത് ഉദ്ദേശിക്കുന്നത് രക്ഷിതാക്കൾ അതിൻ്റെ പ്രൈമറി കെയർ ടേക്കേഴ്സ് ആണ്, അധ്യാപകർ, സപ്പോർട്ടിംഗ് റോൾ, ഗൈഡിംഗ് റോൾ. ഒരു സ്കൂൾ ഒരു വിദ്യാലയമാകുമ്പോൾ അതിൻ്റെ സമുന്നത സ്ഥാനത്ത് നിൽക്കുന്ന PTA, അധ്യാപക രക്ഷകർത്താ സമിതി. 10 വരെയുള്ള ഞങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു? അതേ രീതിയിൽ പോയാൽ മതിയോ? മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇന്നു മുതൽ ഏത് രീതിയിലായിരിക്കണം ഈ 2 വർഷക്കാലം ചെലവിടേണ്ടത്? അടുത്ത ലക്ഷ്യം നമ്മുടെ എന്താണ്? ഈ 2 വർഷം കഴിഞ്ഞാലുള്ള ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുമോ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
എന്നുള്ള ആത്മപരിശോധനകൾ കുട്ടി നടത്തേണ്ട ഒരു ദിവസം തന്നെയാണല്ലോ. ഇത് തീർച്ചയായും ഓരോ കുട്ടിയും നടത്തിയിരിക്കണം. ഭൂരിപക്ഷം പേരും ഇതിലെ ശിഷ്യന്മാരും അവരുടെ മക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനാരായിരിക്കും? അപ്പൂപ്പനാണ്. ഞാനപ്പോൾ അപ്പൂപ്പനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ടീച്ചർ ഒരു ആശംസ നൽകുന്ന ഒരു പ്രസംഗം നടത്തണമെന്ന് ഈ നോട്ടീസിലൂടെ പറഞ്ഞത്. ഞാനെങ്ങനെയാണ് നോട്ടീസ് ഇങ്ങനെയുള്ള അറിയുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശംസ തന്നാൽ പ്രായം കൊണ്ട് സ്വീകരിക്കും, പക്ഷെ അതുകൊണ്ട് ആയിരിക്കില്ല. എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്.